ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ഇല്ലാത്ത സമയം നോക്കിയിട്ട് കരടും പോലീസ് കൊടുത്തിട്ട് ഗിരിയെ പുറത്തോട്ട് കെട്ടണം കേട്ടോ. പുറത്ത് ഒരു നായയെ കിട്ടുന്നത് പോലെ ഗിരിയെ പുറത്ത് കിട്ടുമ്പോൾ ഗിരി പറയണം, ഇതെന്താ എന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് ഇവിടെ പുറത്ത് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം പറയണേടാ, താനൊരു പിടികുട്ടാ പുള്ളിയായിരുന്നു എന്നുള്ള സത്യം എല്ലാവരും അറിയട്ടെ. ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളെയാണ് കൊന്നിരിക്കുന്നത്, അപ്പോൾ എല്ലാവരും കാണട്ടെ തന്നെ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഗോപാല അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോഴേക്കും ഇയാൾ അങ്ങോട്ടേക്ക് ഓടിച്ചില്ലാണ്. ഗോപാൽജിക്ക് വേണ്ടിയാണ് ഇവനെ ആരുമില്ലാത്ത ഇടയിൽ നിന്ന് ഞാൻ ഇവിടെ പുറത്ത് കൊടുത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചതാണ്. ഗോപാൽജി ഒരു വഴക്കുണ്ടാക്കാതെ ഇവനോട് സംസാരിച്ചങ്ങ് പോകാൻ നോക്കും. ശരിയെന്നും പറഞ്ഞിട്ട് ഇയാൾ അകത്തോട്ട് പോകാനായിട്ടാണ്. അങ്ങനെ ഗോപാലൻ പറയണേ, എടാ നീ എന്താടാ വിചാരിച്ചത്, എന്നെ നിനക്ക് ഏത് സമയം തളർത്താനോ? എന്നാൽ ഈ ഗോപാലൻ്റെ കഴിവ് ശക്തി നിനക്കറിയില്ല. നിന്നെ മനഃപൂർവ്വം ഞാൻ നിന്നെ കുരുക്കിയതാടാ. ഞാൻ ഈ പറയുന്ന അനിൽകുമാറിനെ കൊണ്ട് നിൻ്റെ വീട്ടിൽ ആ കത്തി കൊണ്ടുപോയിട്ട് നിന്നെ ഈ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച എന്തിനാണെന്നറിയോ? എൻ്റെ അനിയത്തി സ്വപ്നയെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കാനോ? അതെ, നിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. എൻ്റെ വിലങ്ങ് തടിയായി നിൽക്കുന്നത് സ്വപ്നയും ഈ പറയുന്ന എൻ്റെ അമ്മയൊന്നുമല്ല. എൻ്റെ മകനെ എനിക്ക് കിട്ടണം. നീയായിരുന്നു വിലങ്ങുതടി. അത് ഞാനങ്ങ് തുടക്കം ചെയ്തു. പിന്നെയാണോ എന്നരുത്, അവരെയൊക്കെ എനിക്ക് പുഷ്പ പോലെ വലിച്ചെറിയാവുന്നതോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അകത്താക്കിയത് എന്ന് പറയട്ടോ. അങ്ങനെ ഈ കുറ്റസമ്മതം നടത്തുമ്പോൾ, എടാ എൻ്റെ അനിയത്തെ നീ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ മകനെ ഞാൻ അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവരും. ഗോപാലിനെ കബളിപ്പിച്ച് അവളെ ഞാൻ കാണിച്ചു തരാമെന്നും പറയുമ്പോൾ, എടാ നീ എൻ്റെ അനിയത്തെ എന്തെങ്കിലും ചെയ്ത ഈ ഗിരിയുടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും അറിയുമെന്ന് പറഞ്ഞിട്ട് ഗിരി ഗോപാലിനെ അവിടെ ഇട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഗോപാലൻ തിരിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് എത്താണ്. കരുണൻ പോലീസ് വന്നിട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഇവരെ മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ ഈ സമയം ഗോപാലൻ വീണ്ടും, എടാ നീ എന്നെ അടിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഗിരിയെ വീണ്ടും അടിക്കുമ്പോഴേക്കും അവിടോട്ടായിരുന്നു അരവിന്ദാക്ഷം വരികയാണ് കേട്ടോ. അരവിന്ദാക്ഷം വന്ന്, ഇത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടെ ഈ ഉമ്മറത്ത് കൊടുത്തും ഗിരിയെ കെട്ടിയിടാൻ ആര് നിങ്ങൾക്ക് അവകാശം തന്നു? ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനാണ്, നിങ്ങൾ എൻ്റെ കീഴുദ്യോഗസ്ഥൻ. ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാൽ മതി. എന്നാലും ഇവിടെ ചോദിക്കാനും പറയാനും കമ്മീഷണറുണ്ട്. കമ്മീഷണർ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഗിരിയെ തുറന്നു വിട്. നിങ്ങൾ തന്നെ തുറന്നു എന്ന് പറഞ്ഞിട്ട് താക്കോൽ കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഗിരിയെയും കൊണ്ട് അകത്തോട്ട് പോവാണ്. ഇതേ സമയം ഗോപാലൻ്റെ കൂടെ ഈ പോലീസുകാരനും പോവാണ് കേട്ടോ. ഈ സമയം അരവിന്ദാക്ഷൻ ചോദിക്കുകയാണ്, എന്താണെന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ മഞ്ജുവിനൊന്ന് വിളിക്കും. എന്തിനാ മോനെ മഞ്ജുവിനെ വിളിക്കുന്നത്? അതെ, എൻ്റെ വീട്ടിൽ ആ കത്തി കൊടുന്നു വിട്ടത് ഈ അനിൽകുമാറാണെന്നുള്ള സത്യം തെളിഞ്ഞിരിക്കുന്നു. അത് ഗോപാൽജിയുടെ കളികളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും അറിയാം. എന്നാൽ എനിക്കൊരു കാര്യം മഞ്ജുവിനോട് എന്താ പറയാനുള്ളത്? അത് എൻ്റെ വീട്ടിലോട്ടാണ് ഇനി ഗോപാലൻ പോകുന്നത്, സ്വപ്നയെയും അമ്മയെയും ഉപദ്രവിക്കാൻ എന്ന് പറയുമ്പോൾ, തീർച്ചയായും ഞാൻ പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയമാണെങ്കിലോ പ്രീതിയാണെങ്കിൽ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഗിരിയേട്ടനെ ഇറക്കാനേ. അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന പറയണേ, എന്ത് വക്കീൽ വന്നിട്ടും കാര്യമൊന്നുമില്ല, ഒരിക്കലും ഇറക്കാൻ കഴിയില്ല, അതങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ സ്വപ്ന പറയുന്ന വാക്ക് പ്രീതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പ്രീതി പറയണേ, എൻ്റെ വക്കീലിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ ഈ ഗോപാലൻ എന്ന് പറയുന്നവൻ വലിയ കേസുകളാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ കഴിയില്ല. അപ്പോൾ ഉടൻ തന്നെ സഞ്ജു പറയണേ, എൻ്റെ അച്ഛനെ എനിക്ക് നന്നായി അറിയാം, അച്ഛന് ഒന്നര പൂട്ടായിരിക്കും പൂട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, മോനെ നിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല, അത് ശരി തന്നെ എന്ന് പറയട്ടോ. അപ്പോഴേക്കും സ്വപ്ന പറയണേ, ഇയാളുടെ വാക്ക് കേട്ടിട്ട് സഞ്ജയേട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ കരുതണ്ട, നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്ന് പറയുന്നത്. അത് കേട്ടോടെ തന്നെ ഗോപാലൻ പറയണേ, എൻ്റെ മകനെ ഞാൻ ബലമായി ഒരിക്കലും പിടിച്ചു കൊണ്ടുപോകില്ല, എൻ്റെ മകൻ തന്നെ ഇവിടെ നിന്ന് എൻ്റെ കൂടെ സ്വയം വരും, നിന്നെ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സ്വപ്ന നിൽക്കുമ്പോഴാണ് കേട്ടോ സ്വപ്നയും ഡോക്ടറും കൂടി സംസാരിച്ച ആ സംഭാഷണം സഞ്ജയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഇത് എല്ലാവർക്കും അറിയാമായിരുന്നടാ, നിന്നെ കബളിപ്പിക്കുകയായിരുന്നു, ഇതായി നിൽക്കുന്ന പ്രീതിക്ക് അറിയാവുന്ന എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് ഗോപാലൻ പ്രീതിയോട് ചോദിക്കുമ്പോൾ പ്രീതി പറയണേ, എല്ലാവർക്കും അറിയാം, വീട്ടിലെ എനിക്ക് നല്ല എല്ലാവർക്കും അറിയാം ഇവിടെ ഗർഭിണിയാവില്ല എന്ന്. അത് കേട്ട ഉടനെ സ്വപ്ന, പ്രീതി എന്ന് പറയണ്ടോ, എന്നെ വിളിക്കട്ടെ, നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ്, അവൾക്ക് ബുദ്ധിയുണ്ട്, കണ്ടില്ലേ അവൾ ഒഴിഞ്ഞു പോയത്, ഗോപാലിനോട് ആർക്കും കളിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. ഇതേ സമയം സഞ്ജയുടെ അടുത്തോട്ട് സ്വപ്ന ഓടിച്ചെല്ലണം. അപ്പോഴേക്കും സ്വപ്ന പ്രീതിയെ വിളിക്കും. എന്നെ വിളിക്കണ്ട എന്ന് പ്രീതി പറയുന്നുണ്ട്. അപ്പോൾ ബേബി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ, മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് സ്വപ്ന അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്വപ്നയുടെ കഴുത്ത് നിരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നിട്ട് മഞ്ജു പറയണേ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ വന്ന് ഓരോ അക്രമം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഗിരിയേട്ടനില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല, ഞാൻ ഇവിടെ എപ്പോഴും കാവലായി ഉണ്ടാവുമെന്ന് പറയട്ടോ. അപ്പോൾ പ്രീതിക്ക് ഒരു ധൈര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗോപാലൻ പറയുന്നത്, എന്ത് കാണാനാണ് സഞ്ജയ് നിൽക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ
നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇതേസമയം സ്വപ്നയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡോക്ടറെ അടുത്തോട്ട് പോകണോ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്വപ്നയൊക്കെ അറിയണേ. അപ്പോൾ ഉടൻ തന്നെ സ്വപ്നയോട് ഗോപാലൻ പറയുന്നുണ്ട്, ഇവൾ നിൻ്റെ അടുത്തൊരു നുണ പറഞ്ഞപ്പോൾ ഈശ്വരൻ ഇവൾക്കൊരു വലിയ തിരിച്ചടിയാണ് കൊടുത്തത്. ഒരിക്കലും ഇവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ഇതാണ് ഈശ്വരൻ ഇവൾക്ക് കൊടുത്ത ശിക്ഷ. എന്തായാലും അതുകൊണ്ട് എൻ്റെ മോനിങ്ങ് പോന്നേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് മഞ്ജുവിനെയാണ്. മഞ്ജു തൻ്റെ വീട്ടിൽ വരികയാണ്. അപ്പോൾ കുഞ്ഞാണെങ്കിലും ഗിരിയെ കാണാത്തതിനെ ചൊല്ലി കരയാണ്. അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട്, അവൻ്റെ ഒരു ഫ്രണ്ടിന് ഹോസ്പിറ്റലായിട്ടല്ലേ, അതുകൊണ്ടാണ് വരാത്തതെന്ന്, ഹോസ്പിറ്റലിൽ പോയി കാണാം എന്നൊക്കെ പ്രതീക്ഷ പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, ഹോസ്പിറ്റലല്ലേ. അപ്പോഴേക്കും വാശി പിടിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയും, മോളെ നീ ക്ഷമിക്കുക, ഞാൻ എന്തായാലും ജിക്കയെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ, ജിക്കയെ കാണാൻ പറ്റും എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ, നമുക്കെന്താ ഹോസ്പിറ്റലിൽ പോയി കണ്ടാൽ. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ജിക്കയെ ബുദ്ധിമുട്ടിക്കില്ല, അതെന്താ മോളെ ഹോസ്പിറ്റലല്ലേ. അപ്പോഴേക്കും മഞ്ജു പറയണം, മോൾക്ക് ജിക്കയെ അല്ലേ കാണേണ്ടത്, ഞാൻ അതിനുള്ള വഴി ഒരുക്കി തരാമെന്ന് പറയും കേട്ടോ. ഇതേ സമയം മോളെ നമുക്ക് ഹോംവർക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീടാണെങ്കിലും മഞ്ജു പറയണം, എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ട് ഗിരിയേട്ടനെ രക്ഷിക്കാൻ ശ്രമിക്കും, എൻ്റെ മോളും കൂടി സങ്കടത്തിലായി, എനിക്ക് സങ്കടമാണ്, അതുകൊണ്ട് മുകുന്ദൻ എന്തെങ്കിലും ജിക്കയെ കാണാനുള്ള വഴികൾ നോക്കിയെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും കഴിയുമ്പോൾ പറയണേ, എന്താടാ മോനെ ചെയ്യുക, ജിക്കെ എന്ന് പറയുന്നത് ഗിരിയല്ല, ഗിരി ചെയ്യില്ലല്ലേ, പിന്നെ എങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അറിയില്ലമ്മേ, എന്തെങ്കിലും ഒരു വഴി തുറന്നു തരാതിരിക്കില്ല എന്ന് പറയണേ. എന്നാൽ ഈ സമയം സഞ്ജയും ഗോപാലനും കൂടി സംസാരിക്കണേ. സഞ്ജയോട് പറയണേ, എടാ രണ്ട് കാര്യം പറയട്ടെ, ആ സ്വപ്ന നിന്നെ ചതിക്കുകയാണെന്ന് നിനക്ക് മുന്നിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ല, എന്നാൽ ഇപ്പം നീ വിശ്വസിച്ചില്ല. എന്നാലും അച്ഛാ അവളെ എന്നെ എത്ര പെട്ടെന്ന് ചതിച്ചത് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല, ചിന്തിക്കാനേ കഴിയുന്നില്ല, എത്ര പെട്ടെന്നാണ് പറ്റിച്ചത്. അതിന് എൻ്റെ രണ്ട് മക്കളേക്കാൾ നല്ലൊരു ബുദ്ധി അവൾക്കുണ്ട്, അവളൊരു മച്ചിയല്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ എൻ്റെ ഭാര്യയാക്കി തിരഞ്ഞെടുത്തിരുന്നു. കാരണം ബിസിനസ്സിന് കണ്ണിങ് ഉള്ളവളാണ്, ബിസിനസ്സിന് നല്ല ബുദ്ധിയും തന്ത്രവും അവൾക്കറിയാം, അതുകൊണ്ട് അവളെ തന്നെ മതിയായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ, അച്ഛാ എന്നെ സ്നേഹിക്കുന്നൊരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അല്ലേ, അല്ലാതെ എൻ്റെ സ്വത്തുക്കളെ വേണ്ടിയിട്ടല്ല ഞാൻ കല്യാണം കഴിച്ചത്, അച്ഛൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല എന്ന് പറയട്ടോ. ഇതേ സമയം എന്തായാലും അവളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്, ഗിരി ഒരിക്കലും പുറത്തിറങ്ങരുത്, ഗിരി പുറത്തിറങ്ങിയാൽ തീർച്ചയായും പ്രശ്നമാണ്. അപ്പോൾ ഗിരിയെ കുടുക്കിയത് അനിൽകുമാറാണെങ്കിൽ അനിൽകുമാർ ഈ ഭൂമിയിൽ ഇനി പാടില്ല എന്ന് പറയുമ്പോൾ ഗുണ്ടകൾ കുറച്ച് വരുന്നു കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകളോട് പറയണം, ഇതാണ് അനിൽകുമാർ, ഇയാളെ രാത്രിയാകുമ്പോൾ അങ്ങ് തീർത്തേക്കെന്ന് പറയാം കേട്ടോ. പിന്നീട് അനിൽകുമാർ നടന്നു വരുമ്പോൾ അനിൽകുമാറിൻ്റെ പിറകെ കുറേ ഗുണ്ടകൾ ഓടി വരുന്ന ഒരു രംഗമാണ്. ആ സമയം അനിൽകുമാർ പേടിയോടുകൂടി എത്തുമ്പോൾ മഞ്ജു അരന്താക്ഷനും അനിൽകുമാറിൻ്റെ മുന്നിലോട്ട് വരും കേട്ടോ. ഇതേ സമയം ഗുണ്ടകൾ തിരിഞ്ഞോടി പോവാണ്. അപ്പോൾ ഉടൻ തന്നെ അനിൽകുമാറിനോട് പറയണം, ഗോപാലൻ്റെ സ്വഭാവം ഇത് തന്നെ, നിങ്ങളല്ലേ അവിടെ ഗിരിയേട്ടൻ്റെ വീട്ടിൽ കത്തി കൊണ്ടുപോയിട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അരവിന്ദാക്ഷൻ പറയണേ, നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റില്ല, ഇയാളെ ഫോളോ ചെയ്ത് വന്നത് നന്നായി, അല്ലെങ്കിൽ ഇന്നിപ്പോൾ അനിൽകുമാർ നിര്യാതനായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ അതൊക്കെ ശരി തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകൾ തെറ്റി എന്നുള്ള ആ ഒരു ഇത് പറയുകയാണ്. ഉടൻ തന്നെ മഞ്ജു പറയട്ടെ, ഇയാളെ രക്ഷിക്കാൻ നമ്മൾ വന്നു, ഇനി ഇയാൾ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് തീർച്ചയായും നമുക്ക് ഇനി ബാക്കിയുള്ളത് ഗോപാലിനെ നേരെ ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ അനിൽകുമാർ പറയണം, ഒരിക്കലും ഗോപാലിനെ നിങ്ങൾക്ക് ആർക്കും ശിക്ഷിക്കാൻ കഴിയില്ല, ഗോപാലിന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് തന്നെ അയാൾ പുഷ്പം പോലെ ഇറങ്ങി വരും, ഗോപാലിനെ ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ ഗിരിയെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ തെളിവുകൾ ഉണ്ടാക്കി, അതായത് ഒരു കൊല്ലാൻ ഒരാളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ അയാൾ നശിപ്പിക്കും, അതുകൊണ്ടാണല്ലോ അയാൾ ഇത്രയും കാലം പിടിക്കപ്പെടാതിരുന്നത്, അങ്ങനെ ഒരു തെളിവാണല്ലോ നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അയാളുടെ ഇരയായിക്കോളൂ, അത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അരവിന്ദാക്ഷൻ പറയാം, എന്തിനാ മോളെ പുറത്ത് പറഞ്ഞു കൊടുക്കുന്നത്, ഇയാൾക്ക് അറിയാവുന്നതല്ലേ മാഡം, നമുക്ക് പോവാം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഉടൻ തന്നെ പറയണം, ഞാൻ പറഞ്ഞത് മാധവനെ കൊന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഈ പറയുന്ന ഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ശങ്കരനെ കൊന്നത് ഗോപാലനാണ്, ആ പേരിൽ അറസ്റ്റ് ചെയ്യാമെന്ന് പറയട്ടോ. അത് കേൾക്കുന്ന മഞ്ജു, എന്താ പറഞ്ഞത്, അതെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ശങ്കരൻ ഗോപാലിനെതിരെയാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ശങ്കരനെ കൊന്നതാണെന്ന സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ ആകെ ഞെട്ടിപ്പോണ്. ഞാൻ ഗോപാലിനെതിരെ എല്ലാ സാക്ഷിയും പറയാം, എന്നെ മാപ്പ് സാക്ഷിയാക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന മഞ്ജു പറയാൻ, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങളെ മാപ്പുസാക്ഷി ഞാൻ ആക്കിത്തരാം, നിങ്ങളത് കോടതിയിൽ പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും 2 ദിവസമേ ഉള്ളൂ, ഞായറാഴ്ചയോടുകൂടി ഈ സീരിയൽ കഴിയാണ്. അപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വന്ന് തന്നെ മഞ്ജുവും ഗിരിയും ഒന്നിച്ച് തന്നെയാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ.